യൂത്ത് കോൺഗ്രസ് വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിൽ വ്യാപക പരിശോധനയുമായി ക്രൈംബ്രാഞ്ച്. അടൂരിൽ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട പ്രവർത്തകരുടെ വീടുകളിൽ പരിശോധന. കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ രാഹുലിന് ക്രൈംബ്രാഞ്ച് നേരത്തെ നോട്ടീസ് നൽകിയിരുന്നു. വിവരങ്ങളുമായി മിഥുൻ മുരളി പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നുണ്ട്. മിഥുൻ, ഈ യൂത്ത് കോൺഗ്രസ് തിരഞ്ഞെടുപ്പ്, അതിൽ വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസ്, ഇതുമായി ബന്ധപ്പെട്ടപ്പോൾ പരിശോധനയുമായി ക്രൈംബ്രാഞ്ച് മുന്നോട്ട് പോവുകയാണല്ലേ? നിഖില, രാവിലെ 10 മണിയോടെയാണ് തിരുവനന്തപുരത്തു നിന്നുള്ള ക്രൈംബ്രാഞ്ച് സംഘം പത്തനംതിട്ടയിലേക്ക് എത്തിയത്. ഈ വ്യാജ തിരിച്ചറിയൽ രേഖ കേസുമായി ബന്ധപ്പെട്ട് 5 പ്രതികൾ പത്തനംതിട്ടയിൽ നിന്നുള്ളതാണ്. അതിൽ ഒന്നാം പ്രതി ഫെനി നൈനാൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടുത്ത സുഹൃത്തുക്കളാണ്. ബാക്കി 5 പേരും അടൂർ മേഖലയിൽ നിന്നുള്ള KSU യൂത്ത് കോൺഗ്രസുമായി അടുത്ത് പ്രവർത്തിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളാണ്. ക്രൈംബ്രാഞ്ച് സംഘം 2 സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് അടൂർ ഏഴംകുളം മേഖലകളിലെ യൂത്ത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പ്രവർത്തകരുടെ 5 പേരുടെ വീടുകളിലാണ് ഇപ്പോൾ പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ ഒരാളുടെ വീട്ടിൽ നിന്നും മൊബൈൽ ഫോൺ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ വീട്ടിൽ നിന്നും KSU ഭാരവാഹിയായിട്ടുള്ള ആളുടെ വീട്ടിൽ നിന്നും ക്രൈംബ്രാഞ്ച് സംഘം പിടിച്ചെടുത്തിട്ടുണ്ട്. കൂടുതൽ ഡിജിറ്റൽ രേഖകൾ കണ്ടെത്താനുള്ള ശ്രമമാണ് ക്രൈംബ്രാഞ്ച് സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2 വർഷം മുൻപ് തിരുവനന്തപുരം മ്യൂസിയം പോലീസ് ആദ്യം കേസ് രജിസ്റ്റർ ചെയ്തു. പിന്നീട് ഒരു സ്പെഷ്യൽ ക്രൈംബ്രാഞ്ച് ടീമിനെ ഏൽപ്പിച്ചുകൊണ്ട് അന്വേഷണം നടക്കുന്നതിനിടയിലാണ് ഇത് രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് ഈ കേസ് ഇതിന്റെ അന്വേഷണം എത്തുന്നു എന്നതിന്റെ ഭാഗമായി ഇപ്പോൾ അടൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട അടുത്ത ആളുകളുടെ അനുയായികളുടെ വീടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 5 ആളുകളുടെ വീടുകളിൽ ഇപ്പോൾ പരിശോധന നടത്തിയിട്ടുണ്ട്. ഇത് പ്രധാനമായും യൂത്ത് കോൺഗ്രസ് ഭാരവാഹി തെരഞ്ഞെടുപ്പിന് മുൻപ് ഈ മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ സമയത്ത് പ്രവർത്തനത്തിൽ ഉണ്ടായിരുന്ന സജീവ പ്രവർത്തകരായിരുന്ന ആളുകളുടെ വീടുകളിലാണ് ഇപ്പോൾ ഈ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നാളെ ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ രാഹുൽ മാങ്കൂട്ടത്തിന് ക്രൈംബ്രാഞ്ച് നോട്ടീസും നൽകിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം, ഇങ്ങനെ ഒരു നോട്ടീസ് ലഭിച്ചിട്ടില്ല, നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാകുകയില്ല എന്ന് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുമ്പോൾ അങ്ങനെയല്ല, നോട്ടീസ് നൽകിയിട്ടുണ്ട്. ക്രൈംബ്രാഞ്ച് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണം എന്നുള്ള വിവരമാണ് ക്രൈംബ്രാഞ്ചിൽ നിന്നും ലഭിക്കുകയും ചെയ്യുന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് ഈ അന്വേഷണം രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് ഈ വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസ് എത്തുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ചിന് ലഭിച്ച ഒരു പ്രധാനപ്പെട്ട നിർണായകമായിട്ടുള്ള അന്വേഷണത്തിന്റെ വഴിത്തിരിവ് ഉണ്ടായത്, ഈ പ്രതികളിൽ ഒരാളുടെ ഫോൺ രേഖകൾ പരിശോധിച്ചപ്പോൾ അതിലൊരു ഓഡിയോ സന്ദേശമുണ്ട്. അത് രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് ഈ കേസ് എത്തുന്നതിന് വളരെ നിർണായകമായിട്ടുള്ള ഒന്നായി മാറും. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ശേഖരിക്കുക എന്നതിന്റെ ഭാഗം കൂടിയാണ് ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടുത്ത അനുയായികളുടെ വീടുകളിൽ നടത്തുന്ന പരിശോധന. പരമാവധി ഡിജിറ്റൽ രേഖകൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഈ ക്രൈംബ്രാഞ്ച് സംഘം ഇപ്പോൾ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. 2 വർഷം മുൻപ് നടന്ന കേസാണ്. അതുകൊണ്ട് പരമാവധി ഡിജിറ്റൽ രേഖകൾ ശേഖരിച്ചുകൊണ്ട് ഇതിന് പരമാവധി തെളിവുകൾ കണ്ടെത്തുക എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള പ്രധാനപ്പെട്ട ദൗത്യം.